LG കായം ഇപ്പോൾ 20% മോർ കായം എന്നാൽ കൂടുതൽ രുചിയും കൂടുതൽ മൂല്യവും. അച്ഛനൊരു പ്രതീക്ഷ, ഇവിടെ വന്ന എന്തേലും ഒരു മാറ്റം ഉണ്ടാവുമെന്ന്. നമ്മുടെ കണ്ണന് പുരോഗതി എന്തേലും ഉണ്ടോ? സ്വന്തം അച്ഛനേക്കാളും കണ്ണന്റെ കാര്യം അറിയാനാണ് ആകാംക്ഷ അല്ലേ? സാഗർ ഇവിടെയുള്ള കാര്യം അവൻ അറിയോ? എന്തോ ഇനി അവനെ എന്തെങ്കിലും ചെയ്യാനാണോ മേഘൻ വന്നതെന്നും പറയാൻ പറ്റില്ല. വേണ്ട, വേണ്ട, എന്നൊന്നും ചെയ്യരുത് പ്ലീസ്. ഒന്നും ചെയ്യരുതെന്നോ? വിടറാ സാഗറിനെ, വിടാൻ. ഇവനിപ്പോ നിന്റെ മുൻ ഭാര്യയുടെ നിലവിലുള്ള ഭർത്താവാ. നിയമപരമായിട്ട് മഞ്ജുവിനെ കല്യാണം കഴിച്ച ഭർത്താവ്. ഇവരുടെ കല്യാണം നടത്തി കൊടുത്തതേ ഞാനാ. അതുകൊണ്ട് ഇനി ഇവന്റെ ദേഹത്ത് നീ കൈവച്ച നിനക്ക് കുറച്ചു ദിവസം ഇവിടെ കിടക്കേണ്ടി വരും. നിന്റെ സ്ഥാനം തെറ്റിയ എല്ലുകൾ യഥാസ്ഥാനത്ത് കൊണ്ടുവരാൻ വേണ്ടി. ഇവനെ കണ്ണുടച്ച് വിശ്വസിച്ചതാ എന്റെ പേരിലുള്ള തെറ്റ്. അത് പറയാൻ നിനക്ക് എന്ത് അർഹതയാടാ ഉള്ളത്? നിന്നെ കണ്ണുമടച്ച് വിശ്വസിച്ചവരൊക്കെ നീ വഞ്ചിച്ചില്ലേ? കണ്ണൻ സാറിന്റെ കാര്യം പോട്ടെ, നിന്റെ മുറപ്പെണ്ണിന് നിന്നെ ജീവനായിരുന്നില്ലടാ. നിന്നെ കാത്തിരിക്കാൻ ഒരു പെണ്ണുണ്ടായിട്ടും കണ്ണി കണ്ട അവളുമാരുടെ കൂടെ ചുറ്റിത്തിരിഞ്ഞവനാ നീ. നിനക്ക് ഒരു കാമുകിയും അതിലൊരു കുഞ്ഞുണ്ട്. ഇത് ഞങ്ങൾക്കറിയാവുന്ന കഥ. ഇനി അറിയപ്പെടാത്തതായി എത്രയെത്ര കാമുകിമാരും കുഞ്ഞുങ്ങളും നിനക്കുണ്ടെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയുള്ള നിനക്ക് സാഗറിനെ വിമർശിക്കാനോ ഇവന്റെ ദേഹത്ത് കൈവയ്ക്കാനോ ഒരവകാശവുമില്ല. ഇവനെ പക്ഷേ ഞാൻ വെറുതെ വിടത്തില്ല മാർക്കോ. ഇവനെ വെറുതെ വിട്ടില്ലെങ്കിൽ നിന്റെ അവസ്ഥ എന്താവൂന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ചിതയിൽ കത്തിയിരിക്കുന്നത് മഹാലക്ഷ്മിയാണെന്ന് കരുതി അതിന് മുന്നിൽ നിന്ന് പൊട്ടിച്ചിരിച്ചവനാ നീ. ആ രംഗമൊക്കെ എന്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. അങ്ങനെയുള്ള നിന്റെ ദേഹത്ത് കൈവയ്ക്കാതെ നിനക്കുള്ള ശിക്ഷ ഞാൻ തന്നു കഴിഞ്ഞു. അതുകൊണ്ട് നീ പഠിച്ചില്ലെങ്കിൽ, സാഗറിനെയും മഞ്ജുവിനെയും ജീവിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ നിന്റെ ജീവിതം പിന്നെ തീർന്നെന്ന് കൂട്ടിക്കോ. ഞാൻ ഒന്നിപ്പിച്ചവരാ സാഗറും മഞ്ജുവും. അവരെ തമ്മിൽ വേർപിരിക്കാൻ ദൈവത്തിനല്ലാതെ ഒരു ശക്തിക്കും പറ്റില്ല. അല്ലെങ്കിൽ പിന്നെ നീ എന്നെ കൊല്ലണം. അത് ഞാൻ ചെയ്യൂടാ. ഒരവസരം കിട്ടിയാ ചെയ്തിരിക്കും. അത് നീ ചെയ്യുമെന്നല്ലേ മനസ്സിലോർത്തത്? ചെയ്തോ. പക്ഷെ അതിനു മുമ്പ് നീ പടഞ്ഞു തീരാതെ നോക്കിക്കോ. ഒരു കുന്നോളം സ്വപ്നം നിന്റെ മനസ്സിലുണ്ട്, ആഗ്രഹങ്ങളും. എന്നാ ഇതൊന്നും ഇല്ലാത്തവനാ ഞാൻ. അങ്ങനെയുള്ളവന്റെ വാക്കുകൾ വെറും വാക്കായിട്ട് എടുക്കരുത്. മാർക്കോ പറഞ്ഞത് കേട്ടില്ലേ? മഞ്ജുവിനെ ഞാനിപ്പോ പൊന്നു പോലെയാ നോക്കുന്നത്, സ്നേഹിക്കുന്നത്. ഞങ്ങൾക്കിടയിലേക്ക് ഇനി വിള്ളലുണ്ടാക്കാൻ നീ കടന്നു വരരുത്. ഇവനോട് അമർഷം ഉണ്ടെങ്കിലേ അത് ഉള്ളിൽ വെച്ച് നീ കത്തിച്ച് കളഞ്ഞാ മതി. പുറത്തിറക്കണ്ട. പോടാ, പോവാൻ. ഇനി അവനെ കാണുമ്പോ നീ ഭയന്നൊന്നും പിന്മാറണ്ട. ഇങ്ങോട്ട് 10 തല്ല് കിട്ടിയാ ഒരു തല്ലെങ്കിലും തിരിച്ചു കൊടുക്കണം. മനസ്സിലായോ? ശരി മാർക്കോ. അവന്റെ അച്ഛനെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് എന്തിന്റെ തുടക്കമാണെന്നറിയില്ല. വീൽ ചെയറിലിരിക്കുന്നവന് വെള്ള പുതച്ച് കിടക്കാനുള്ള സമയമായെങ്കിൽ അത് തടയാൻ ആർക്കും കഴിയില്ലല്ലോ.
ദാ കുറച്ച് പച്ചക്കറിയാ. തോമസ് സാർ അഡ്വാൻസ് ഒക്കെ തന്നായിരുന്നു, അപ്പൊ വാങ്ങിയതാ. ഈ ജീവിതത്തിന് ഒരു സുഖം ഉണ്ടല്ലേ മഞ്ജു? അതെ, ശരിക്കും ഞാനും ഇത് ഇഷ്ടപ്പെട്ടു തുടങ്ങി. അതെ, ഞാനും ഒരു ജോലിക്ക് പോയിക്കോട്ടെ സാഗരേട്ടാ? ഇപ്പൊ വേണ്ട മഞ്ജു, കുറച്ചുകൂടെ കഴിയട്ടെ. പിന്നെ ഇന്നൊരു സംഭവം ഉണ്ടായി. നിന്റെ ഏട്ടനും ഏട്ടത്തിക്കും പിന്നാലെ മറ്റൊരാളുകൂടി തോമസ് സാറിന്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. അതാരാ? നമ്മുടെ ശത്രുക്കളെ തന്നെ, മഞ്ജുവിന്റെ അമ്മാവനും പിന്നെ മുറച്ചെറുക്കനും. അമ്മാവനിപ്പോ വയ്യാതിരിക്കുവാണല്ലോ. കണ്ണേട്ടൻ പോകുന്നത് പോലെ എഴുന്നേറ്റ് നടക്കാൻ വേണ്ടിയിട്ടായിരിക്കും അമ്മാവനും അവിടെ പോയത്. ആയിരിക്കും. പക്ഷെ എന്നെ കണ്ടതോടെ മേഘം വയലന്റായി. കാറിൽ ചാരിയിട്ട് എന്നെ തല്ലാനൊക്കെ നോക്കി. പിന്നെ മാർക്കോ തക്ക സമയത്ത് വന്നോണ്ട് അധികം തല്ലി കിട്ടിയില്ല. സാഗരേട്ടൻ സൂക്ഷിക്കണം. അമ്മാവന്റെ ഇപ്പോഴത്തെ അവസ്ഥയില് തോമസ് സാറിന്റെ അടുത്തേക്ക് വന്നതില് അത്ഭുതമൊന്നുമില്ല. പക്ഷെ സാഗരേട്ടനും കണ്ണേട്ടനും ഏട്ടത്തെയൊക്കെ അവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടായിരിക്കും ചിലപ്പോ അവനവിടെ വന്നിരിക്കുന്നത്. ഇനി പതിയിരുന്ന് ആക്രമിക്കാൻ ശ്രമിക്കും. അല്ലെങ്കിൽ അവന്റെ ആൾക്കാരെ കൊണ്ട് കൊല്ലാനുള്ള ശ്രമങ്ങൾ നടത്തും. അതൊക്കെ എനിക്കറിയാം. പക്ഷെ ഈ മേഘനേക്കാളും അവന്റെ ആൾക്കാരെക്കാളും മുകളില മാർക്കോയും ലോപ്പസും ഒക്കെ. അതുകൊണ്ട് എന്റെ ദേഹത്ത് മേഘൻ ഒരു തരി മണ്ണ് നുള്ളിയിട്ട അതിന്റെ ഇരട്ടിയായിട്ട് അവൻ അനുഭവിക്കേണ്ടി വരുമെന്ന് അവന് നന്നായിട്ടറിയാം. തൽക്കാലം അതുകൊണ്ട് മേഘന്റെ ഭാഗത്ത് നിന്ന് പ്രത്യേകിച്ച് ആക്രമണമൊന്നും ഉണ്ടാവത്തില്ല. എന്നാലും ഇനിയിപ്പോ അവിടേക്ക് സാഗരേട്ടൻ പോയി കഴിഞ്ഞാ എനിക്ക് നല്ല ടെൻഷനായിരിക്കും. ഇപ്പൊ അതേപറ്റിയൊന്നും അമിതമായിട്ട് ആലോചിക്കണ്ട. അവൻ അധിക ദിവസമൊന്നും അവിടെ കാണത്തില്ലല്ലോ. ഇനിയിപ്പോ അവിടേക്ക് വന്നാലും വന്നില്ലെങ്കിലും ശരി, അവന്റെ ഭീഷണി നമുക്കിനി ജീവിതകാലം മുഴുവനും ഉണ്ടാവും. കണ്ണേട്ടന്റെ സ്വത്ത് മോഹിക്കുന്ന മേഘന് മഞ്ജു അവന്റെ അരികിലുണ്ടായേ പറ്റൂ. അതിനു വേണ്ടിയിട്ട് അവൻ അവസാന ശ്രമം വരെ നടത്തും. പക്ഷേ ഇനി എന്തൊക്കെ സംഭവിച്ചാലും അവന്റെ ജീവിതത്തിലേക്ക് ഞാനില്ല. അങ്ങനൊരവസ്ഥ എനിക്കുണ്ടാവുകയാണെങ്കിൽ അതിനു മുമ്പ് എന്റെ മരണം നടന്നിരിക്കും. എടാ, നിന്റെ പെണ്ണിനെ ആ സാഗർ എന്ന് പറയുന്നവൻ തട്ടിക്കൊണ്ടു പോയിരിക്കുന്നേ അതൊരു ആണിന് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ലടാ. എടാ, അന്യ കുടുംബത്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന ഒരു പെൺകുട്ടിയാണെങ്കിൽ പിന്നെയും നമുക്ക് പോട്ടേന്ന് വെക്കായിരുന്നു. പക്ഷെ ഇത് നീ സ്നേഹിച്ച നിന്റെ മുറപ്പെണ്ണിനെയാ നീ കൂലി കൊടുത്ത് മഹാലക്ഷ്മിയുടെ പുറകെ വിട്ടവൻ തട്ടിക്കൊണ്ടു പോയിരിക്കുന്നേ. അവനെ എന്റെ കൈ കിട്ടിയിരുന്നെങ്കിൽ കൊത്തി അരിഞ്ഞാനെ ഞാൻ. അങ്ങനെ അവനെ കൊത്തി അരിയണമെന്നുണ്ടെങ്കിലേ അവന് പിന്തുണയുമായി കൂടെ നിൽക്കുന്നവരെ ആദ്യം അരിഞ്ഞു തള്ളണം. മാർക്കോയെ, കണ്ണനെ, പിന്നെ മഹാലക്ഷ്മിയെ. മാർക്കോയാണ് അവന്റെ ബലം. എല്ലാം നടക്കൂടാ. മാർക്കോയും കണ്ണനെയും ഈ ലോകത്തുനിന്ന് പറഞ്ഞു വിടുന്നതിന് മുമ്പേ മഹാലക്ഷ്മിക്കാണ് ആ വിധി കൊടുക്കണ്ടേ. ഇനിയിപ്പോ എന്ത് ചെയ്യാനാങ്ങളെ? നമ്മൾ അവളെ കൊന്ന് ചിതയിൽ വരെ വെച്ചില്ലേ? എന്നിട്ട് അവക്ക് എന്തെങ്കിലും പറ്റുമോ? എടാ, അതിന് അവളെ അല്ലല്ലോ കൊന്നു ചിതയിൽ വെച്ചത്. ഇവിടെ നീ മഹാലക്ഷ്മിയുടെ കാര്യത്തിൽ തീർപ്പുണ്ടാക്കാൻ പോകുന്നത് ഞാനോ നീയോ ഒന്നുമല്ല, കരുണമോളാ. മോൾക്ക് കൂട്ടായിട്ട് മോളെ പ്രാണനെ പോലെ സ്നേഹിക്കുന്ന മോളുടെ മുത്തശ്ശിയുണ്ട്. അല്ലെങ്കിലേ അവരെന്താ ചെയ്യാൻ പോകുന്നത്? അതെന്തായാലും ശരി, നമ്മൾ കാണിച്ച പോലുള്ള അബദ്ധങ്ങളൊന്നും അവർ കാണിക്കാൻ പോകുന്നില്ല. എടാ, അതെ, ഈ വരുന്ന 18-ാം തീയതി വരെ മഹാലക്ഷ്മിക്ക് ആയുസ് ഉണ്ടാവൂ. അങ്ങനെ ഒരുപാട് തവണ നമ്മൾ പറഞ്ഞതല്ലേ അങ്ങളെ? എന്നിട്ട് അവളുടെ ആയുസ് കൂടുന്നല്ലാതെ കുറയുന്നില്ലല്ലോ. എഴുന്നേറ്റ് നടക്കാൻ പോലും കഴിയാതെ വീൽ ചെയറിന്റെ സഹായത്തോടെ ഇരിക്കുന്നത് ഇപ്പൊ എന്റെ അച്ഛനല്ലേ? ഞാൻ പറയുന്നത് കേക്ക്. എടാ മണ്ട, എടാ 18-ാം തീയതി എന്റെ സഹധർമ്മിണിയുടെ പിറന്നാളാടാ, മോഹിനിയുടെ. എന്റെ മകളെക്കാളും മഹാലക്ഷ്മിയെ ചേർത്ത് പിടിക്കുന്ന മോഹിനിയുടെ അന്നത്തെ ദിവസേ അവൾക്കൊരു വയസ്സ് കൂടുമ്പോ അവളുടെ മോൾക്ക് ഇനി ഒരു വയസ്സും കൂടില്ലടാ. അന്നത്തോടെ അവളുടെ വളർച്ച മുരടിക്കുക. അങ്ങളെ ഈ അമിത പ്രതീക്ഷയൊന്നും തരണ്ട. തന്നു കഴിഞ്ഞാലേ ഈ തിരിച്ചടി ഉണ്ടാവുമ്പോ ആ ആഘാതം നമുക്ക് താങ്ങാൻ പറ്റില്ല. മരിച്ചെന്ന് വിശ്വസിച്ചിരുന്നവൾ തിരിച്ചു വന്നപ്പോ
നമുക്കൊന്ന് അറ്റാക്ക് വരാതിരുന്നതേ ആരുടെയൊക്കെ ഭാഗ്യം കൊണ്ടാ. ഇത്തവണ അമ്മയുടെ പിറന്നാൾ ആഘോഷിക്കാൻ വരുന്ന മകളെ ജീവനോടെ തിരിച്ചു പോവില്ലടാ. മാർക്കോയുടെയും ആനന്ദുവിന്റെയും കണ്ണന്റെയും ഒക്കെ വെല്ലുവിളി ഒരു വശത്തുണ്ട്, എനിക്കറിയാം. അത് ഓക്കെ, അങ്ങനെ തന്നെ നിലനിൽക്കുമ്പോഴും എനിക്കൊരു ഭയമില്ലടാ. അവന്മാരെ എന്നെ അങ്ങ് കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ, എന്നാലും കുഴപ്പമില്ല. അർഹതയില്ലാതെ കമലേശ്വരത്ത് കയറിപ്പറ്റിയവൾക്ക് ദാരുണമായ ഒരു അവസാനം ഉണ്ടാവണം. അതിനുവേണ്ടി എന്റെ മോളും എന്റെ അമ്മയും കൂടി കുറിച്ചിട്ടിരിക്കുന്ന ദിവസാ ഈ 18. ഉണ്ണിയെ മഹാലക്ഷ്മിയും കണ്ണനും കൂടി തരം താഴ്ത്തിയത് മുതല് കരുണകലിപ്പില. ഉണ്ണിയും അങ്ങനെ തന്നെയാ. ആ ദേഷ്യോടാ എന്റെ മോള് തീർക്കാൻ പോന്നെ. അവൾക്ക് എല്ലാ പിന്തുണയും കൊടുത്തോണ്ട് ഞാനും അമ്മയും അവളുടെ കൂടെ തന്നെ ഉണ്ടാവും. അമ്മയുടെ പിറന്നാളും മകളുടെ ആണ്ടും ഇനി എല്ലാ വർഷവും ഒരു ദിവസം ആഘോഷിക്കാം. അവളെ സ്നേഹിച്ചു കൊന്ന അവളുടെ അമ്മയ്ക്ക്, അവളെ സ്നേഹിക്കുന്നവർക്കൊക്കെ ഇവിടേക്ക് വന്നോണ്ട് കാണാൻ പാടില്ലാത്തവർത്തനെ കണ്ടച്ചാ. ആരെയാണ്? അവനെ തന്നെ. അച്ഛാ, മഞ്ജുവിനെ തട്ടിക്കൊണ്ടുപോയില്ല ഒരുത്തൻ, ആ സാഗർ. അവനെ തന്നെ. അവനെന്താടാ ഇവിടെ കാര്യം? അവനിപ്പോ ഇവിടുത്തെ തോമസ് സാറിന്റെ ഡ്രൈവറാ. അവനെ വെച്ചേക്കരുത് മോനെ. നിന്റെ പെണ്ണിനെ തട്ടിക്കൊണ്ടുപോയവനാ സാഗർ. അതുകൊണ്ട് അവനെ ഒഴിവാക്കിയിട്ട് നീ മഞ്ജുവിനെ നമ്മുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരണം. അവനോടൊപ്പം ജീവിച്ചതൊരു പോരായ്മയായിട്ട് നീ കാണണ്ട. നിന്റെ പാസ്റ്റും അത്ര നല്ലതല്ലല്ലോ. നീ ഒരു പെൺകുട്ടിയുടെ കൂടെ അല്ലല്ലോ, ഒരുപാട് പെൺകുട്ടികളുടെ കൂടെ ജീവിച്ചില്ലേ? അതുകൊണ്ട് തന്നെ അച്ഛന്റെ മനസ്സ് തന്നെയാ എന്റെയും. അവളെ തിരിച്ചു കൊണ്ടുവരണം. സ്നേഹിക്കാനല്ല, എന്നെങ്കിലും അവൾക്ക് കൈവരുന്ന സ്വത്തും പണവും അനുഭവിക്കാൻ തന്നെയാ. അല്ലെങ്കിൽ തന്നെ എനിക്കിപ്പോ അവളോട് ഒരു സ്നേഹവും ഇല്ല. മുമ്പ് കുറച്ചൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോ സത്യം പറഞ്ഞ അവളോട് എനിക്ക് വെറുപ്പണച്ച. എങ്കിലും കണ്ണന്റെ കണക്കില്ലാത്ത സ്വത്തിന്റെ ഒരു ഭാഗം കിട്ടാൻ അവള് നമുക്കൊപ്പം നിന്നേ തീരൂ. നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം നിന്റെ പെണ്ണ് നിന്നെ വിട്ടു പോയതാ. അതിന് ഞാൻ പരിഹാരം കണ്ടോളാച്ച. എല്ലാത്തിനും നിമിത്തമായത് ആ മഹാലക്ഷ്മിയാ. നമ്മുടെ കുടുംബത്തിലേക്കുള്ള അവളുടെ വരവ എല്ലാവരുടെയും സ്വപ്നം തകർത്തത്. അവളെ കെണിപ്പെടുത്താൻ പ്രതാപനങ്ങളുടെ വീട്ടിൽ കരുക്കൾ നീക്കുന്നുണ്ട്, കരുണയും അവളുടെ മുത്തശ്ശിയും കൂടെ. കരുക്കളൊക്കെ അവര് നീക്കത്തേ ഉള്ളൂ. അവസാനം ആ കരുക്കളെയൊക്കെ വെട്ടിമാറ്റാൻ അവളുടെ സഹായത്തിന് ആരെങ്കിലുമൊക്കെ വരുവടാ. അതല്ല ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നേ. എനിക്കും ഇക്കാര്യത്തിൽ പ്രതാപനങ്ങൾക്ക് അത്രയ്ക്ക് ആത്മവിശ്വാസം ഇല്ല. എന്തായാലും നമ്മൾ ഇവിടെ വന്ന കാര്യം നടക്കണോ വെച്ചാ അച്ഛന്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാവണം. അതുപോലെ തന്നെ കണ്ണൻ എന്തെങ്കിലും മാറ്റം ഉണ്ടോന്നും അറിയണം. അവന്റെ വലത് കാലിനൊപ്പം ഇടത് കാലും ചലിച്ചോ, അവൻ നട്ടല് നിവർത്തി എഴുന്നേറ്റ് തുടങ്ങിയോന്നൊക്കെ അതൊക്കെ അറിഞ്ഞേ തീരൂ. കണ്ണൻ നടന്നു തുടങ്ങിയ നമ്മുടെ പ്രതീക്ഷയൊക്കെ അസ്തമിക്കുവച്ചാ പിന്നെ സ്വത്തുമില്ല പണവുമില്ല. കണ്ണനെ തോമസ് വൈദ്യൻ എഴുന്നേപ്പിച്ച് നടത്തിയ അയാളുടെ ചികിത്സ കൊണ്ട് അവർക്ക് കുഞ്ഞുങ്ങൾ ജനിക്കും. പിന്നെ കണ്ണന്റെ സ്വത്തുക്കളിൽ നമ്മൾ കണ്ണും നട്ടിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? അതൊന്നും ഒരിക്കലും നടക്കില്ലടാ. എന്തൊക്കെ സൗഭാഗ്യങ്ങൾ കണ്ണനും മഹാലക്ഷ്മിക്കും ഉണ്ടായാലും ഒരു കുഞ്ഞെന്ന സ്വപ്നം അവരുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാവില്ല.
ഇയാളും ഇവിടെ വന്ന് കണ്ടിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ ഒന്നിക്കുന്നു കരുതിയില്ല. ഓ, എന്താ എടുത്തി ഒരു പരിചയമില്ലാതെ പോകുന്ന? ഇവനോടൊപ്പം നീ ജീവിക്കുമ്പോ പരിചയഭാവം കാണിക്കാൻ പറ്റില്ല. ഹോസ്പിറ്റലിൽ പോയിട്ട് കണ്ണിട്ടിന് മെച്ചമുണ്ടോ എടുത്തി? ഇതുവരെ ഒരു മെച്ചവും ഇല്ല. ഇവൻ അവിടുത്തെ ഡ്രൈവറാണല്ലോ, അതുകൊണ്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഇവൻ അറിയാലോ. പിന്നെന്തിനാ എന്നോട് പ്രത്യേകിച്ച് ചോദിക്കുന്നേ? വലിയ മെച്ചമില്ലെന്ന് തന്നെയാ തോമസ് സാറ് സാഗരേട്ടനോട് പറഞ്ഞത്. നീ ഞങ്ങളുടെ കാര്യമൊന്നും അന്വേഷിക്കണ്ട. നീ നിന്റെ ജീവിതം തെരഞ്ഞെടുത്തു. ഇനി നിന്റെ പരാതിയും പരിഭവങ്ങളും നീ ഇവനോട് മാത്രം പറഞ്ഞാ മതി. കണ്ണേട്ടൻ പറഞ്ഞിട്ടുണ്ട്, അമ്പലത്തിൽ വെച്ച് കണ്ടാ പോലും നിങ്ങളോട് തിരിഞ്ഞെന്ന് സംസാരിക്കരുതെന്ന്. മഞ്ജു പോ. അതെ, നീ ഒരു കാര്യം ഓർത്തോ, ഏതെങ്കിലും ഒരു രീതിയിൽ നീ മഞ്ജുവിനെ കരയിക്കുകയാണെങ്കിൽ പിന്നെ നീ കരയിക്കുന്ന അവസാനത്തെ പെൺകുട്ടിയായിരിക്കും മഞ്ജു. പിന്നെ മാർക്കോ മാത്രമല്ല, ഞങ്ങൾ എല്ലാവരും നിന്നെ പൂട്ടേണ്ട രീതി പൂട്ടും. മഹാലക്ഷ്മിയുടെയും കണ്ണൻ സാറിന്റെയും എന്നോടുള്ള ദേഷ്യം ഈ ജന്മം തീരില്ല മഞ്ജു. മഞ്ജുവാ. എന്തുപറ്റി? അത് അയാളുടെ ഇടത് കാലം ചലിക്കുന്നതായിട്ട് എനിക്ക് നേരത്തെ ഒരു ദിവസം തോന്നിയതാ. അയാളുടെ നട്ടലിന് ചലനശേഷി കിട്ടിക്കാണുവോ? നീ അങ്ങനെ എന്തെങ്കിലും സ്വപ്നം കണ്ടായിരുന്നോ? കണ്ടു. അയാള് ബെഡിൽ നിന്ന് എഴുന്നേക്കുന്നതാ കണ്ടത്. ഇനി അതുകൂടിയേ ബാക്കിയുള്ളൂ. LG കായം ഇപ്പോൾ 20% മോർ കായമെന്നാൽ കൂടുതൽ രുചിയും കൂടുതൽ മൂല്യവും.